ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മളൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് ബിറ്റ് കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അനാലിസിസാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമുക്ക് ഇനിയും ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിലവിൽ മാർക്കറ്റിലുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും നമുക്ക് ഇനിയൊരു പമ്പ് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷം എപ്പോഴായിരിക്കും നല്ല രീതിയിലുള്ളൊരു പമ്പ് നമുക്ക് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ അധികം സമയം കാണുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, പതിവ് പോലെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $2.44 ട്രില്യൺ, ഒരു 1.65% ഇൻക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 2.75% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഒരു $63.13 ബില്യൺ ഇൻക്രീസാണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ് കോയിൻ ഡോമിനൻസും കൂടിയിട്ട് ഒരു 53.50 ബിറ്റ് കോയിൻ്റെ ഡോമിനൻസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.07% ഇൻക്രീസാണ് ബിറ്റ് കോയിൻ ഡോമിനൻസിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു 62 ആയിട്ടുണ്ട്. ഒരു ഗ്രീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്. ഇത്രയും നാൾ ന്യൂട്രലായിരുന്നു, ആ ബിറ്റ് കോയിൻ ഹാവിംഗ് ടൈമിലൊക്കെ ന്യൂട്രലായിരുന്നു. ആൻഡ് ബിറ്റ് കോയിൻ ഹാവിംഗ് കഴിഞ്ഞതിന് ശേഷം അതൊരു ഗ്രീഡായിട്ട് മാറുന്നുണ്ട്. 62 ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ബിറ്റ് കോയിൻ്റെ ബാക്കിയുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നാളും റെഡ് കളറായിരുന്നു, മൊത്തത്തിൽ റെഡായിരുന്നു. ആൻഡ് ഇപ്പോൾ പതുക്കെ ഒരു പച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ബിറ്റ് കോയിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 അവറിൽ ഒരു 1.69% ഇൻക്രീസ് ബിറ്റ് കോയിൻ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തിൽ ഒരു 0.21% ഇൻക്രീസും ബിറ്റ് കോയിൻ സംഭവിച്ചിട്ടുണ്ട്, ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് എതേറിയത്തിൽ ഒരു 1.10%, ആൻഡ് BNB മറ്റുള്ള ഓൾട്ട് കോയിൻസ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, കാര്യമായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള പമ്പ് സംഭവിച്ചിട്ടില്ല, ചെറിയ രീതിയിലുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച ഏത് രീതിയിലായിരിക്കും ബിറ്റ് കോയിൻ ആയാലും മറ്റുള്ള ഓൾട്ട് കോയിൻസ് ആയാലും പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ്റെ അനാലിസിസ് നമുക്ക് നോക്കാം. ആൻഡ് അതിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് ഒരു നോൺ KYC എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ, നോൺ KYC എക്സ്ചേഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ BingX എന്ന് പറയുന്ന എക്സ്ചേഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ആണ്. അടിപൊളി യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ബൈനാൻസ്, ബൈബിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അടിപൊളി ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു എക്സ്ചേഞ്ചും കൂടിയാണ്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആയാലും കോപ്പി ട്രേഡിംഗ് ആയാലും ഡെമോ ട്രേഡിംഗ് ആയാലും എല്ലാ തരം ഫീച്ചേഴ്സും ആ ഒരു BingX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ള ആളുകൾ, നോൺ KYC എക്സ്ചേഞ്ച് വേണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് റിവാർഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് എപ്പോഴായിരിക്കും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്ര പ്രൈസ് വരെ ഒരു കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, റൈറ്റ് ആയിട്ടുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എത്ര പ്രൈസ് വരെ ഉണ്ട്. ഓൾറെഡി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞു. നമ്മൾ മുൻപത്തെ നമ്മുടെ വീഡിയോസ്, നമ്മൾ കുറച്ച് നാളുകൾ മുൻപ്, കുറച്ച് മാസങ്ങൾ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ബോട്ടം ടൈമിൽ തന്നെ കൃത്യമായിട്ടുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നല്ല രീതിയിലുള്ളൊരു പമ്പ് ഉണ്ടായിട്ട് ഒരു പുതിയ ഓൾ ടൈം ഹൈ വരെ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഇനി നമുക്ക് കൃത്യമായിട്ട് നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ബിറ്റ് കോയിൻ ഹാവിങ് ഇവൻറ്റ്സ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് ബിറ്റ് കോയിൻ ഹാവിങ് ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും ബിറ്റ് കോയിൻ്റെ ഹാവിങ് സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഹാവിങ്ങിന് ശേഷം ഉടനെ തന്നെ ഒരു പമ്പ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഹാവിങ് 2016 ഹാവിങ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഒരു ഹാവിങ്ങിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു പമ്പ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഹാവിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 112 ദിവസം എടുത്തിട്ടുണ്ട് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഹാവിങ് കഴിഞ്ഞതിന് ശേഷം, ഈ രണ്ടാമത്തെ ഹാവിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 112ഓളം ദിവസം എടുത്തിട്ടുണ്ട് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആൻഡ് അതുവരെ പ്രൈസ് ആ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നില്ല, ആൻഡ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഒരു മാനിപ്പുലേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അത് എന്തെങ്കിലും ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അറിയില്ല. 2016 സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം പ്രൈസ് വളരെ ചെറിയ മൂവ്മെൻറ്റുകൾ മാത്രമേ കാഴ്ചവെച്ചിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഈ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഞാനിവിടെ ഇട്ടിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഗോൾഡൻ പൈ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഗോൾഡൻ പൈ സൈക്കിൾസ് എന്ന് കാണാൻ പറ്റും. ആ ഒരു ഇൻഡിക്കേറ്ററാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് അതിൽ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ടോപ്പ് ഫാസ്റ്റ് MAയും ബോട്ടം ഫാസ്റ്റ് MAയും ആണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ഫാസ്റ്റ് MA എന്ന് പറയുന്നത് 111 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജ് ആണ്. ബോട്ടം ഫാസ്റ്റ് MA എന്ന് പറയുന്നത് 138
ഡേയ്സിൻ്റെ മൂവിങ് ആവറേജാണ്. അപ്പോൾ 111 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജും 138 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആൻഡ് ഈ ഒരു രണ്ട് മൂവിങ് ആവറേജസ് ലൈൻസിൽ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് പൂർണ്ണമായിട്ടും കടന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഹാവിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ ഹാവിങ്ങിന് ശേഷം ഇത്രയധികം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ രണ്ട് മൂവിങ് ആവറേജസ് ലൈൻസിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പിന്നീടുള്ള ഹാവിങ് നോക്കുകയാണെങ്കിൽ, പിന്നീട് നമ്മുടെ തേർഡ് ഹാവിങ് നോക്കുകയാണെങ്കിൽ 2020 ആൻഡ് അതിനുശേഷവും നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹാവിങ്ങിന് ശേഷം ഏകദേശം ഒരു 121 ദിവസത്തോളം 121 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായിട്ടൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റും ഈ ഒരു മൂവിങ് ആവറേജസ് ലൈൻസിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്ര 120 ദിവസങ്ങളോളം അതൊരു കൺസോൾട്ടേഷൻ പീരീഡിലായിരുന്നു. ആൻഡ് ചെറിയ രീതിയിലൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വീണ്ടും ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടിന് ശേഷം ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്നും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നു. ആൻഡ് വീണ്ടും ഇവിടെ പ്രൈസ് കൺസോൾട്ടേറ്റ് ആവുന്നുണ്ട്. ആൻഡ് അതിനുശേഷം വീണ്ടും ഈ ഒരു മൂവിങ് ആവറേജ് ലൈനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അതിനുശേഷം നാലാമത്തെ ഹാവിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നാലാമത്തെ ഹാവിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ഹാവിങ്ങും ഒരു 100-120 ദിവസത്തിന് ശേഷമാണ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മളൊരു 100 ദിവസം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം അത് ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും നാൾ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ, അതായത് പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഫ്യൂച്ചറിലും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇതൊരു കൺസോൾട്ടേഷൻ പീരീഡിലേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ബിറ്റ്കോയിൻ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ കടന്നിട്ടുണ്ട്. ഇവിടെ മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 49 ദിവസത്തോളം ബിറ്റ്കോയിൻ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ കടന്നിട്ടുണ്ട്. സോ നമ്മളൊരു 100 ദിവസം തന്നെ ഇവിടെയും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ജൂൺ ഒക്കെ ആയിട്ട്, ജൂൺ എന്ന് പറയുന്ന മാസത്തോട് കൂടിയിട്ടൊക്കെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ പാസ്റ്റിൽ നമ്മൾ കൺസോൾട്ടേഷൻ മാത്രമല്ല, നമുക്കിവിടെ ഒരു മൂവിങ് ആവറേജസ് ലൈൻസിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും പ്രൈസ് പതുക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഒരു 71-72,000 എത്തിയാലും ദെൻ അവിടെ നിന്ന് തിരിച്ചൊരു ഡൗൺ മൂവ്മെൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് അവിടെ നിന്നായിരിക്കും ഈ ഒരു മൂവിങ് ആവറേജസ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുക്കുകയും ദെൻ അവിടെ നിന്നായിരിക്കും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹാവിങ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാവിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ഹാവിങ് എടുക്കാം, അത് കഴിഞ്ഞ ഹാവിങ് എടുക്കാം. തേർഡ് ഹാവിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ഈ രീതിയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാം. ആൻഡ് അതേ പ്രൈസ് മൂവ്മെൻറ്റ് തന്നെ ആ ഒരു പ്രൈസ് ആക്ഷൻ തന്നെ നമുക്ക് ഇവിടെയും വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അതേ രീതിയിൽ തന്നെയാണ് തേർഡ് ഹാവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള അതേ രീതിയിൽ തന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ സൂം ചെയ്യാൻ കാണാൻ പറ്റും. കൃത്യമായിട്ട് കഴിഞ്ഞ തേർഡ് ഹാവിങ്ങിന് ശേഷമുള്ള അതേ രീതിയിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു മൂവിങ് ആവറേജസ് ലൈൻസിലോട്ട് സപ്പോർട്ട് എടുത്തതിന് ശേഷമായിരിക്കും പ്രൈസ് ഒരു ജൂൺ മാസത്തോടൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റുന്നത്. അതായത് പാസ്റ്റ് പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത് നമുക്ക് ഇപ്പോൾ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് കൃത്യമായിട്ട് ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 56 പ്രൈസ് വരെ 56 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് വരെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അത് പ്രൈസ് ജസ്റ്റ് ഒരു 56,000 എത്തിയാലും അവിടെ നമുക്ക് ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവിടം വരെ നമുക്കൊരു ബുൾ മാർക്കറ്റ് തന്നെ പ്രതീക്ഷിക്കാം. $56,000 പ്രൈസ് എത്തിയാലും അവിടെ നിന്ന് തിരിച്ച് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് സോണാണ്. നമുക്ക് ഓൾറെഡി ബൈ ചെയ്തിട്ടുള്ള ആളുകൾക്കായാൽ തന്നെ അവർക്ക് കൂടുതലായിട്ട് ബൈ ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സോണിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഒരു ഷോർട്ട് ടൈം ട്രേഡ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് കിട്ടിയാണ്. ഇത് കൃത്യമായിട്ട് സപ്പോർട്ട് ലെവലാണ്, ഇത് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ നമുക്കറിയാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസിനകത്ത് പ്രൈസ് ഈ രീതിയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്ക് നല്ല രീതിയിലുള്ള റിജക്ഷൻ ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം എടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള റിജക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ലെവലിലേക്ക് 71,000 ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്കൊരു ബാരിഷ് ആയിട്ടുള്ള കാര്യം കൂടി പറയാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെയാണ്. ആൻഡ് ഇവിടെ ഞാൻ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിബൊനാച്ചി ഗോൾഡൻ സോണിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഴ്ച പ്രൈസ് ഈ ഒരു ഗോൾഡൻ സോണിന് ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ 67,000 ഒന്നും തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാരിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു 56,000 ഉള്ള ഒരു ബാരിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെങ്കിൽ ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 67,000 ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 67,000 എന്ന് പറയുന്നത് ഫിബൊനാച്ചി ഗോൾഡൻ സോണിൽ 0.618 എന്ന് പറയുന്ന ലെവലാണ്. സോ ആ 0.618 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാരിഷ് ആയിട്ടുള്ള ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ. ആൻഡ് ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെങ്കിൽ, ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള RSI ഡൈവർജൻസ് കാണാൻ പറ്റും. ഓക്കെ, പ്രൈസ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, RSI ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതൊരു ബുള്ളിഷ് RSI ഡൈവർജൻസ് ആണ്. ആൻഡ് ഒരു RSI ഡൈവർജൻസ് സംഭവിച്ചതിന് ശേഷം ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7.27% ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഒരു 64,000 മുതൽ 65,000 വരെയുള്ള ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്, സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ലെവലാണ്. ഒരുപാട് തവണ സപ്പോർട്ടായിട്ടും ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. ആൻഡ് ആ ലെവലാണ് ബിറ്റ്കോയിൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഒരു 70,000 മുതൽ 71,000 വരെയുള്ള ലെവലാണ്. സോ അവിടേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഒരു ബുള്ളിഷ് ഡൈവർജൻസ് വെച്ച് നോക്കുമ്പോൾ, RSI ബുള്ളിഷ് ഡൈവർജൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പ്രൈസ് ഈ ഒരു 65,000 എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് ഈ ലെവലിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, പ്രൈസ് ഈ ഒരു ലെവലിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 70,000 ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇനി അതല്ല അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ട് മാറുകയാണ്, പ്രൈസ് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവലിന് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാരിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ 56,000 ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഒരു 2 hour ടൈം ഫ്രെയിമിലേക്ക്, കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓൾറെഡി മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. നമുക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ലെവലോട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തവണ ഈ ഒരു ലെവലിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ, ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേ രീതിയിൽ തന്നെയാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലും വളരെ സ്ട്രോങ് ആയിട്ടൂടെ ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, ഒരു 65,000 64,000 വരെയുള്ള ഈ വരച്ചിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും ബിറ്റ്കോയിനോടെ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് ഒരു റീടെസ്റ്റ് സംഭവിക്കുകയും ആൻഡ് പ്രൈസ് ഇതിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഒരു ലോവർ ടൈം ഫ്രെയിമിലും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് ബിറ്റ്കോയിൻ നമുക്ക് പല ടൈം ഫ്രെയിമുകളിലും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.